ഞാൻ കേട്ടിട്ടുള്ളത് അന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായെന്ന് തന്നെയാണ്. അതെ, കറക്റ്റ്. ഒത്തിരി പേർക്ക് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ഒരു ഓൾമോസ്റ്റ് 25 ലക്ഷം രൂപയും അന്ന് 30 വർഷം മുമ്പ് കൊടുക്കാനുണ്ടായിരുന്നു. അന്നത്തെ 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 25 കോടി രൂപയ്ക്ക് നാട് വിട്ട് പോകാൻ പറയുമ്പോൾ ഈ കടം തന്നവരൊക്കെ പ്രശ്നം ഉണ്ടാക്കില്ലേ? പ്രശ്നം ഉണ്ടാക്കി. അതായത് കേരളത്തിൽ ഒരു ബിസിനസ് നടത്തുന്ന ഒരു ശരാശരി മലയാളിക്കുണ്ടായ പ്രതിസന്ധികളൊക്കെ ഇവിടെ ഉണ്ടായി. രക്ഷപ്പെടാനേക മാർഗം അമേരിക്കയാണെന്ന് കണ്ടു, അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അതെ, അമേരിക്കയിൽ സ്റ്റേറ്റും ഫെഡറൽ ഗവൺമെന്റുമാണ് അബ്യൂസ്ഡ്, അബാൻഡൻ ആൻഡ് നെഗ്ലക്റ്റഡ് ചിൽഡ്രനെ, ചൂഷണം ചെയ്യപ്പെട്ട കുട്ടികൾ, അതെ അല്ലെ, ലൈംഗിക ചൂഷണം മുതൽ അല്ലാത്ത തര ചൂഷണം ഒക്കെയുള്ള ചൂഷണം ചെയ്യപ്പെട്ട കുട്ടികൾ, മാതാപിതാക്കൾ ഉപേക്ഷിച്ച കുട്ടികൾ, പേരൻസ് ജയിലിലായിട്ടുള്ളവർ, ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള, അതെ, അങ്ങനെയുള്ള കുട്ടികളെ നോക്കേണ്ടത് സ്റ്റേറ്റിൻ്റെയും ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. സൈമൺ എന്തുകൊണ്ട് ഇതുപോലൊരു ഹൗസ് തുടങ്ങിക്കൂടാ? അപ്പോൾ എൻ്റെ മനസ്സിലെ ആശയം ആദ്യ ദിവസം തന്നെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഹോം തുടങ്ങുന്ന സമയത്ത് എത്ര വർഷമായിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന്? 2 വർഷം. ഈ 2 വർഷം കൊണ്ട് ഇതിൻ്റെ ഇൻ ആൻഡ് ഔട്ട്സ് മുഴുവൻ നമ്മൾ പഠിച്ചു. പല കുട്ടികളും ഒരിക്കലും ഒരു ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. 14 വയസ്സുള്ള കുട്ടി ഐ നെവർ ഹാഡ് എ ബർത്ത്ഡേ. ഒരു ബർത്ത്ഡേയും ബലൂണും അതിനൊരു തൊപ്പിയൊക്കെ വെച്ചാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ പിക്ചർ എടുത്ത് അവന് കൊടുക്കുകയും ചെയ്യും. ഈ സൺഷൈൻ ഹോംസ് ഇപ്പം എത്ര വീടുകളുണ്ട്? ഇപ്പം 40 വീടുകളുണ്ട്. ഏതാണ്ട് പോയി ഡ്രഗ് അടിച്ച് പാർക്കിൽ കിടന്ന് പോലീസ് അവിടുന്ന് അവിടെ പിടിച്ചുകൊണ്ട് വരുന്നത് ഞങ്ങളുടെ ഹോമിൽ കൊണ്ടുപോയാക്കി. അപ്പോൾ ഈ ജയിൽ പുള്ളികൾ റിലീസായി കഴിഞ്ഞ് ഈ മക്കളെ കാണാൻ വരികയോ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള കണ്ടുമുട്ടലൊക്കെ എങ്ങനെയാണ്? കണ്ടിട്ടുണ്ടാവില്ല. അതായത് 18 വയസ്സായ ഒരു കുട്ടിയെ സംരക്ഷിക്കേണ്ട ചുമതല രക്ഷിതാവിനില്ല. ഇല്ല, നിയമപരമായിട്ടില്ല. ഇല്ല, ഫിസിക്കലായിട്ട് ഒരു കുട്ടിയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് രക്ഷിതാവാണെങ്കിലും അത് ചെയ്തു കഴിഞ്ഞാൽ ഫിസിക്കൽ അബ്യൂസ്, അത് പേരൻസിനെ അറസ്റ്റ് ചെയ്യാം. 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രതികൂല സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി ഒരു തൊഴിൽ തേടി തന്നെ അവിടേക്ക് എത്തി. പിന്നീട് അവിടെ ഉപേക്ഷിക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട, മയക്കുമരുന്നിനടിമയായ, മാതാപിതാക്കൾ ജയിലിലായ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സംരംഭം ആരംഭിച്ച് ഇന്ന് ഏതാണ്ട് 3 ലക്ഷത്തിലധികം കുട്ടികളെ കൈപിടിച്ച് പുതിയ ജീവിതപാതയിലേക്ക് നയിച്ച ഒരു മനുഷ്യൻ, ഒരു മലയാളി, ശ്രീ സോമൻ കോട്ടൂരാണ് ഇന്ന് നമ്മോടൊപ്പം. താങ്ക് യു. സൺഷൈൻ ഹോമിലെ ഒരു ദിവസത്തെ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു ദിവസത്തെ പ്രവർത്തനം എങ്ങനെയാണ് രാവിലെ മുതൽ പോകുന്നത്? രാവിലെ 5:30 ആകുമ്പോൾ കുട്ടികൾ എഴുന്നേൽപ്പിക്കും. അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഹൈജീനെല്ലാം ചെയ്ത് കഴിഞ്ഞ് ബാത്റൂമെല്ലാം ഉപയോഗിച്ച് കുളിക്കും. കുളിച്ചിട്ട് അത് കഴിയുമ്പോൾ ഒരു 6:30 ആകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാഫ് പ്രിപ്പയർ ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 7:30 ആകുമ്പം ഒന്നെങ്കിൽ സ്കൂൾ ബസ് വരും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ ഹൗസിലും ഓരോ വാനുണ്ട്. വാനയിൽ സ്റ്റാഫ് ഡ്രൈവ് ചെയ്ത് സ്കൂളിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. ലഞ്ച് അവിടെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും. അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് ലഞ്ച് കഴിച്ച് അവിടെ പരിപാടികളെല്ലാം സ്കൂളിലെ പഠിത്തവും കളികളും എല്ലാം കഴിഞ്ഞ് 3:30 ആകുമ്പോൾ അവരെ പിക്ക് ചെയ്യും. 3:30 വീട്ടിൽ വരുമ്പോൾ അവർക്കൊരു സ്നാക്സ് കൊടുക്കും. സ്നാക്സ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്റ്റഡി ടൈം ഉണ്ട്, 4 to 5 ഹോംവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഫ്രീ ആണ്. 5 മണിക്ക് 5:30 ഡിന്നറാണ്. ഡിന്നർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചോർസ് ചെയ്യും. അതായത് എല്ലാം ക്ലീനിങ്ങും അങ്ങനെയുള്ളത്. പ്ലേറ്റുകൾ ഒരാൾക്ക് പ്ലേറ്റ് വാഷ് ചെയ്യുന്നതായിരിക്കും, വേറൊരാൾക്ക് കിച്ചൺ ക്ലീൻ ചെയ്യുന്നതായിരിക്കും, ഒരാൾക്ക് ഡൈനിങ് ടേബിൾ ആയിരിക്കും. അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഒരു 6:30 ആകുമ്പോൾ സ്റ്റാഫ് ഇവരുമായിട്ട് പാർക്കിലേക്ക് പോകും. അല്ലെങ്കിൽ എവിടെയെങ്കിലും അടുത്ത ജിമ്മിലോ പാർക്കിലോ പൂളിലോ പോകും. അവിടെ പോയി അവർ ഒരു 1 മണിക്കൂർ എക്സസൈസും അല്ലെങ്കിൽ ഫുട്ബോളായിരിക്കും, ബാസ്കറ്റ് ബോൾ, അങ്ങനെയുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെടും. ഒരു 7:30 ആകുമ്പോൾ തിരിച്ചു വരും. അത് കഴിയുമ്പോൾ അവർ വീണ്ടും ഒരു സ്നാക്സ് ഉണ്ട്. എന്നിട്ട് കുളിക്കും. കുളിച്ചു കഴിഞ്ഞ് റെഡിയായിട്ട് TV കാണും. പ്ലേ സ്റ്റേഷനുണ്ട്, എക്സ്ബോക്സ് ഉണ്ട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുണ്ട്. അതെല്ലാം കുറച്ച് കണ്ടിട്ട് 8:30 9 o'clock ആകുമ്പോൾ എല്ലാവരും സ്ലീപ്പ് ചെയ്യാൻ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയിൽ സ്റ്റാഫ്, അപ്പം ഒരു 10 പേരുണ്ടെങ്കിൽ ഒരു 6 പേർക്കെങ്കിലും മെഡിക്കേഷനുണ്ട്. ആ മെഡിക്കേഷൻസ് എല്ലാം അതിനിടയ്ക്ക് കൊടുക്കും. പിന്നെ രാത്രിയിൽ സ്റ്റാഫ് വരും. 11 മണിയാകുമ്പോൾ പുതിയ സ്റ്റാഫ് വരും. അവരന്നേരം ഈ അപ്പർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റാഫിൽ നിന്ന് നോട്ട്സ് സ്വീകരിക്കും. എന്നിട്ട് ഒരു ബ്രീഫിംഗ് നടത്തും. അപ്പോൾ ഇന്ന് ജോണി ഒരു വളരെ ബാഡ് ഡേ ആയിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പക്ഷേ അമ്മയുടെ വിസിറ്റ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ജോണിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അന്നേരം പറയും അതുകൊണ്ട് ജോണിയെ പ്രത്യേകം ഒന്ന് നോക്കിക്കോണം. അപ്പം ജോണിയുടെ മുറിയിൽ കൂടുതൽ സമയം പോവുകയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അന്വേഷിക്കുകയും ചെയ്യും. അങ്ങനെ
പിന്നെ മോണിറ്റർ ഒരു സമയത്ത് എത്ര സ്റ്റാഫ് ഉണ്ടാവും ഡ്യൂട്ടിയിൽ? രണ്ടുപേര്. അപ്പോൾ 3 ഷിഫ്റ്റ് ആയിട്ടാണോ? 3 ഷിഫ്റ്റായിട്ട്. അതെ. ഇത്തരം അബ്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ അങ്ങ് കൊണ്ടുവരുമല്ലോ, എന്തൊക്കെ തരം അബ്യൂസുകളാണ് ശരിക്കും ഈ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്നത് അവിടെ? സെക്ഷൽ അബ്യൂസ് കൂടുതലും അത് തന്നെ. ഫിസിക്കൽ അബ്യൂസ്. സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുള്ള കുട്ടികൾ അവിടെ വന്നു കഴിഞ്ഞാലും അവർ അത് കണ്ടിന്യൂ ചെയ്യും. കാരണം അതൊരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റാണ്. ഇപ്പം വീട്ടിൽ പേരൻസ് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു സ്റ്റെപ്പ് ഫാദർ അബ്യൂസ് ചെയ്താൽ ആ കുട്ടി അവിടെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടി മറ്റൊരു കുട്ടിയോട് ചെയ്യാനുള്ള പ്രവണതയുണ്ടാവും. ശരി. അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മളിത് അറിഞ്ഞു വരുമ്പോഴത്തേക്ക് ഇറ്റ് മേ ബി ടു ലേറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഹെൽപ്പ്, കൗൺസിലിങ് എല്ലാം ചെയ്ത് ഒരു പരിധി വരെ നമുക്ക് ശരിയാക്കാൻ പറ്റും. ചില കാര്യങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ. ഇതിനകത്ത് അപകടങ്ങളോ മരണമോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരു കുട്ടി ഡയബറ്റീസാണ്, ഹോസ്പിറ്റലിൽ നിന്ന് റിലീസ് ചെയ്തു, ഞങ്ങളുടെ ഹോമിൽ കൊണ്ടുവന്നു. ഈ കുട്ടി എന്ത് ചെയ്താലും ഈ അവൻ്റെ ഒരു പമ്പ് ഉപയോഗിക്കണം, ഇൻസുലിൻ്റെ, അത് ഉപയോഗിക്കത്തില്ല. മരുന്ന് കൊടുത്താൽ കഴിക്കുകയില്ല. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പം അവന് പെട്ടെന്ന് ബ്ലഡ് ഷുഗർ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 3 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. 4ാമത്തെ ദിവസം ആ കുട്ടി മരിച്ചു. ശരി. പക്ഷെ ആ കുട്ടി അവിടെ ഞങ്ങളുടെ കീഴിൽ ഉണ്ടായിരുന്നത് മൊത്തം 5 ദിവസമേ ഉള്ളൂ. അതിനു മുമ്പ് ഹോസ്പിറ്റലായിരുന്നു. ഫാദർ ജയിലിലായിരുന്നു. ജയിലിൽ നിന്ന് പുള്ളി വന്നിട്ട് നമ്മളെ അതിന് കുറ്റക്കാരെന്ന് പറഞ്ഞ് ഇത് ചെയ്യും. പിന്നെ അത് നമ്മൾ ഡിഫെൻഡ് ചെയ്യണം. എല്ലാം കറക്റ്റായിട്ടാണ് ചെയ്തത്. പക്ഷേ അത് ഡിഫെൻഡ് ചെയ്യാന്നുള്ള തലവേദന നമുക്കെപ്പോഴും ഉണ്ട്. അതൊരു ഭയങ്കര തലവേദനയാണ്. അതിപ്പം വർഷങ്ങളോളം നീണ്ടു നിൽക്കും. ഇൻഷുറൻസുകാരുമായിട്ടും ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും ഹോസ്പിറ്റലുമായിട്ടെല്ലാം കോർഡിനേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഒത്തിരി ചലഞ്ചസ് ഉണ്ട്. സാധാരണഗതിയിൽ ഈ കുട്ടികൾക്കുണ്ടാകുന്ന പരാതി എന്താണ്? കുട്ടികൾ പറയും, എനിക്കത് കിട്ടിയില്ല, ഞാൻ ചോദിച്ചത് ചിക്കനായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയത് ബീഫാണ്. അല്ലെങ്കിൽ അവരെനിക്ക് ഭക്ഷണം തരുന്നില്ല, ഞാൻ സ്റ്റാർവ് ചെയ്യാണ്. അല്ലെങ്കിൽ എൻ്റെ ആക്ടിവിറ്റീസിന് പോയപ്പം സ്റ്റാഫ് എന്നെ റൂഡായിരുന്നു, പരുഷമായിട്ട് പെരുമാറി. അല്ലെങ്കിൽ കയ്യെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു, അതെൻ്റെ കൈ വേദനയെടുക്കുന്നു, അത് അബ്യൂസാണ്. അല്ലെങ്കിൽ എനിക്ക് പ്ലേ സ്റ്റേഷൻ കളിക്കാൻ പറ്റിയില്ല, കാരണം അവന് ഇതായിരുന്നു റിസ്ട്രിക്ഷനിലാണ്. കാരണം ഇപ്പം റണ്ണവേ ചെയ്താൽ 5 ദിവസത്തേക്ക് റിസ്ട്രിക്ഷൻ ഉണ്ട്. അങ്ങനെ അതൊരു ശിക്ഷാ നടപടിയാണ്. ശിക്ഷാ നടപടിയാണ്. ശിക്ഷാ നടപടി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവനിൽ നിന്ന് കൺട്രോൾ ചെയ്യും. പക്ഷേ നല്ല ബിഹേവിയർ ആണെങ്കിൽ 5 ദിവസം എന്ന് പറഞ്ഞാൽ പോലും 2 ദിവസം കഴിയുമ്പം ഓക്കെ, ബിക്കോസ് ഓഫ് യുവർ ഗുഡ് ബിഹേവിയർ, നല്ല നടത്ത് എന്നുള്ള രീതിയിൽ അവനെ ചെയ്യും. അപ്പം പിന്നെ അവൻ കുറച്ചുകൂടെ കോപ്പറേറ്റീവായിട്ടെല്ലാം ചെയ്യും. പലർക്കും വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ നല്ല സൗകര്യങ്ങളും കുറച്ചുകൂടെ കെയറും ഒക്കെ ഇത്തരം ഹോമുകളിൽ കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. അത് എല്ലായിടത്തും വേണമെന്നില്ല, പക്ഷെ ഞങ്ങളുടെ ഹോമുകളിൽ കിട്ടുന്നുണ്ട്. അതതിൻ്റെ ഒരു വളരെ രസകരമായ ഒരു അനുഭവമുണ്ട്. എൻ്റെ ഒരു ഹൗസ്, പല ഹൗസുകളും ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ്. ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇച്ചിരി അപ്പർ ലെവലാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി, 2 കുട്ടികൾ സ്കൂളിൽ പോകുമ്പം ഈ വലിയ വാനാണ്, 12 പാസഞ്ചർ വാനാണ്. അപ്പം മറ്റുള്ള കുട്ടികൾക്ക് അറിയാം ഇത് ഗ്രൂപ്പ് ഹോം വാനാണ്. അപ്പം ഇവരെ ഒരു ദിവസം അവിടെ പോയി കഴിഞ്ഞിട്ട് അപ്പോൾ മറ്റുള്ളവരിലെ ഇവനെ കളിയാക്കി, നീ ഒരു ഗ്രൂപ്പ് ഹോമിലല്ലേ. ഗ്രൂപ്പ് ഹോം എന്നാണ് ഇത്തരം ഗ്രൂപ്പ് ഹോം എന്നതാണ്. സൺഷൈൻ ഹോംസിന്റെ ഗ്രൂപ്പ് ഹോംസ് പറയും, ഇതുപോലുള്ള ഹോംസ്. അപ്പം ഈ 12 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടി അങ്ങനെ അവരുടെ നേരെ നോക്കിയിട്ട് സ്റ്റാൻഡപ്പ് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു, ഞാൻ ജീവിക്കുന്ന വീട് നിന്റെ വീടിനേക്കാൾ മനോഹരവും, അവൻ ഇംഗ്ലീഷിലാണ് പറഞ്ഞ്, എൻ്റെ വീടിനേക്കാൾ മനോഹരവും ലെതർ കൗച്ചുള്ള കൗച്ചിലിരിക്കുകയും നല്ല എയർ കണ്ടീഷനും നല്ല ഭക്ഷണവും കഴിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. നീ എത്ര പ്രാവശ്യം സ്വിം ചെയ്യാൻ പോകുമെന്ന് ചോദിച്ചു. ആഴ്ചയിൽ 1, ഞാൻ 4 ദിവസം പോകും. അങ്ങനെ വളരെ ധൈര്യത്തോടെയും വളരെ സന്തോഷത്തോടെയും പറഞ്ഞ ഒരു നിമിഷമാണ്. ഇവനത് വന്നിട്ട് എന്നോട് പറഞ്ഞില്ല, അവൻ്റെ ടീച്ചറോട് പോയി പറഞ്ഞു. ആ ടീച്ചർ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു റിവാർഡ് എന്ന് പറയുന്നത്. എന്തൊരു കേൾക്കാനൊരു എന്തൊരു നല്ല കാര്യമാണ്. അവൻ അഭിമാനത്തോടെ പറഞ്ഞു. ഇത്തരത്തിലുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ടായിരുന്നു. 1-2 അനുഭവങ്ങളോട് പറയാമോ? ഇത്തരത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതായത് പല കുട്ടികളും, ഒരു ദിവസം ഞാൻ ഓഫീസിലിരിക്കുമ്പം റിസപ്ഷനിൽ വന്നിട്ട് ഒരു 6 അടി പൊക്കമുള്ള ഒരു നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, 35-40 വയസ്സുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഭാര്യയും 3 കുട്ടികളും. സൈമൺ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, ഒന്ന് കാണാൻ സാധിക്കുക. ചോദിക്കുക, ആരാ പേരെന്താ? അപ്പം ജോൺ ലൂയിസ് എന്ന് പറഞ്ഞു.
ഒക്കെ അവർ വന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അന്നേരം ക്ലിക്ക് ചെയ്ത് ജോൺ ലൂയിസ് ആരാന്ന്. അവൻ അന്നത്തെ വളരെ പോക്രി എന്നല്ല, വളരെ മോശമായ ഒരു കുട്ടിയായിരുന്നു. ഐ മീൻ ടീനേജ്, ടിപ്പിക്കൽ ടീനേജ് പോക്രി തന്നെയാണ് മലയാളത്തിൽ പറയുക. പോക്രി. അപ്പോൾ ഈ മിക്കവാറും ദിവസങ്ങളിൽ എൻ്റെ ഓഫീസിൽ വിളിക്കുകയും ഞാൻ അഡ്വൈസ് ചെയ്യുകയും പേടിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പേടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, നീ ഇത് ശരിയായില്ലെങ്കിൽ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് വിടണം, അവിടെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. യു ഹാവ് ടു സ്റ്റാൻഡ് ഓൺ ദ ലൈൻ ഫോർ ഗെറ്റിംഗ് ദ ഫുഡ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത്, ഇത് വീടാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്ത് അവൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് അവിടെ വന്നിട്ട് ഡ്രൈവിങ് BMW കാർ. എന്ന് കഴിഞ്ഞ് പിന്നെ അവിടെ ഇരുന്ന് ഒത്തിരി വർത്തമാനം പറഞ്ഞു. താങ്ക് യു ഫോർ യുവർ ടഫ് ലവ്, താങ്ക് യു ഫോർ ടേക്കിംഗ് കെയർ ഓഫ്, താങ്ക് യു ഫോർ ടേക്കിംഗ് അസ് ടു ഡിസ്നി ലാൻഡ്. അവരുടെ ഏറ്റവും വലിയ മെമ്മറി ആയിരുന്നു. മറ്റു ഹോംസ് ഒന്നും ഇതൊക്കെ എക്സ്ട്രാ ആണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് പിള്ളേരുടെ ഡിസ്നി ലാൻഡിന് കൂടെ എൻ്റെ കുട്ടികളെ വിടണമെന്ന് ആഗ്രഹമില്ലേ എന്ന് പറഞ്ഞ പോലെ ഇവരെയും അതുപോലെ ചെയ്യുമായിരുന്നു. പിന്നെ ഇതിൻ്റെ അതൊരു മുഖ്യ ഘടകം എന്ന് പറയുന്നത്, എൻ്റെ വൈഫ് എലിസബത്ത് ഒത്തിരി കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യാനും പിള്ളേരെ പോയി ഞായറാഴ്ചകളിൽ പുള്ളി ഡോണറ്റ്സുമായിട്ട് വീടുകളിൽ പോവും, പിള്ളേർക്ക് ഡോണറ്റ്സ് കൊടുക്കും. തന്നെ പിള്ളേരെപ്പോൾ കാണുമ്പോൾ എലിസബത്ത് വെൻ ആർ യു കമ്മിങ്, അങ്ങനെ ഒരു ഭയങ്കര ഒരു നല്ല ഒരു. ഈ വൈഫ് ഈ ആദ്യത്തെ 2 വർഷം കഴിഞ്ഞ് വൈഫും കുട്ടികളും കൂടെ അങ്ങോട്ട് വന്ന ഉടനെ തന്നെ ഈ വൈഫ് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആയില്ല. അവിടെ വന്ന് കഴിഞ്ഞിട്ട് MSW പഠിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. കുട്ടികൾ 2 ആൺകുട്ടികളാണ്. 2 പേരും വളരെ സക്സസ്ഫുൾ ആണ്. ഒരാൾ CFAയും CPA എല്ലാം കഴിഞ്ഞ് ഒരു ഓയിൽ ട്രേഡറാണ്. മാരീഡ് ടു ഹിസ് കോളേജ് സ്വീറ്റ് ഹാർട്ട്. 3 കിഡ്സ്. രണ്ടാമത്തെ മകന് ഫിസിക്കൽ തെറാപ്പിയുടെ ഡോക്ടറാണ്. ഒരു ഡോക്ടറാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. കോട്ടയംകാരിയാണ്, ഷിക്കാഗോയിൽ നിന്ന്. 2 മക്കളുണ്ട്. അപ്പം 5 പേരക്കുട്ടികളുണ്ട്. ഈ ചില കുട്ടികളുടെ ജീവിതത്തിൻ്റെ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് തന്നെ നിറയ്ക്കുമല്ലോ. 2 കുട്ടികൾ ഒരിക്കലും അവിടെ വന്നിട്ട് അവരൊരു വീടിൻ്റെ ക്ലോസറ്റിൽ, ക്ലോസറ്റ് എന്ന് പറയുന്നാൽ കക്കൂസല്ല, നമ്മളാ പറയുന്ന കക്കൂസല്ല, ചുമ്മാ തുണിയൊക്കെ ഇടുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ അകത്ത് കെട്ടിയിട്ടിരുന്നു കുട്ടികളെ കെട്ടിയിട്ടിരുന്നു. അപ്പനും അമ്മയും. അപ്പനാണോ അമ്മയാണോ എന്ന് ഞാൻ കൃത്യം ഓർക്കുന്നില്ല. കെട്ടിയിട്ടിട്ട് 2 ആഴ്ചയോളം ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടിട്ട് അവസാനം ഏതോ വിധത്തിൽ ഒരു കുട്ടി പുറത്ത് ചാടി അടുത്ത് പോയുള്ള പോലീസിനെ വിളിച്ച് ആ കുട്ടിയെ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചു. മെലിഞ്ഞ് ഒന്നുമില്ല, ജസ്റ്റ് അസ്ഥി. അതിന് ഞങ്ങൾ സ്പെഷ്യൽ ഫുഡ്, സ്പെഷ്യൽ സ്റ്റാഫിനെ വെച്ച് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ അത് വളരെ സക്സസ്ഫുള്ളായിട്ട് അതിനെ പിന്നെ റീയൂണൈറ്റ് ചെയ്യാനൊക്കെ സാധിച്ചു. അതൊരു അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ. ഇങ്ങനെയുള്ള കേസൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പേരൻസിനെതിരെ നടപടികൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. പിന്നെ അത് കംപ്ലൈൻറ്റ് ചെയ്യില്ലേ? നമ്മളിത് ചെയ്യേണ്ട, അത് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു. ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സർവീസ് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ വേറെ ഉണ്ട്, പലതും ഓർക്കാനുണ്ട്. 2 കുട്ടികൾ, 4 കുട്ടികൾ, 4 പെൺകുട്ടികളാണ്. അവർ അവിടെ എൻ്റെ ഹോമിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പേരൻസ് വേറൊരു വിശ്വാസക്കാരാണ്, മരുന്ന് കൊടുക്കാൻ പാടില്ല. ശരി. അപ്പോൾ ഞങ്ങളുടെ നിയമം അനുസരിച്ച് കുട്ടിക്ക് പനി വന്നാൽ 100 ഡിഗ്രിയിൽ 102 ഡിഗ്രി ആണെങ്കിൽ മരുന്ന് കൊടുക്കണം. അപ്പം ഞങ്ങൾ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് കൊടുത്തു, മരുന്ന് കൊടുത്തു, കുട്ടിയുടെ അസുഖം ഭേദമായി. അപ്പോൾ ഈ പേരൻസ് അന്ന് സെനറ്റർ മുതൽ ഗവർണർ മുതൽ എല്ലാവരെയും വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ എഴുതുന്നു, ഞാനതാണ് ഇതാണ് ഇങ്ങനെ സൺഷൈൻ ഹോംസ് അബ്യൂസീവ് ആണ്, എൻ്റെ കുട്ടിക്ക് മരുന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാളത്തേക്ക് ഇത് ഇങ്ങനെ ഒരു വലിയ ഇതായിരുന്നു. അവർ കേസ് കൊടുത്തു. പിന്നെ നമ്മളതിനെ ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നു. അവസാനം നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചെയ്തില്ലായിരുന്നെങ്കിൽ കുട്ടി മരിച്ചു പോയത്. കുട്ടി മരിച്ചു പോയാലും നമുക്ക് കുഴപ്പം വന്നേനെ, അതിൽ കുഴപ്പമായേനെ. എന്തുകൊണ്ട്? ദാറ്റ് ഈസ് കോൾഡ് മെഡിക്കൽ നിഗ്ലക്റ്റ്. നമ്മൾ മെഡിക്കലി ആ കുട്ടിയെ നിഗ്ലക്റ്റ് ചെയ്തെന്ന് വരും. വേറെ ഒരു സംഭവം എന്നെയൊക്കെ പിടിച്ച് കുലുക്കിയ സംഭവമാണ്. അതായത് ഞാനിത് ആദ്യത്തെ വീട് തുടങ്ങിക്കഴിഞ്ഞപ്പം ഒരു താങ്ക്സ് ഗിവിങ്ങിന് എൻ്റെ സഹോദരങ്ങളെല്ലാം അവിടെ വന്നിരിക്കുകയാണ്. ഈ താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മലയാളികൾക്ക് ചിലപ്പോൾ അറിയാം. താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞാൽ ഗീവ് താങ്ക്സ് ടു ഗോഡ് ഫോർ വൺ ഗുഡ് ഇയർ. സോ ടർക്കിയെ എല്ലാം പ്രത്യേക രീതിയിൽ ടർക്കി കോഴിയെ പ്രിപ്പയർ ചെയ്യും. അതെ. അത് നവംബർ മാസത്തിലാണോ? നവംബർ 3rd വീക്കിൽ. അത് അമേരിക്കയിലെ വലിയ ആഘോഷമാണ് ഈ താങ്ക്സ് ഗിവിംഗ് വീക്ക് എന്ന് പറയുന്നത്. അതെ. അപ്പോൾ അങ്ങനെ ഒരു താങ്ക്സ് ഗിവിംഗ് വീക്കെൻഡിൽ ഞാൻ അമേരിക്കയിൽ ചെന്ന് ഗ്രൂപ്പ് ഹോം തുടങ്ങി 2 വർഷമായി കാണും. അപ്പോൾ എൻ്റെ ബ്രദേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ വൈകുന്നേരം ടർക്കി എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അന്നേരം ഒരു ഫോൺ കോള്. ഒരു ഹൗസിൽ, അന്നൊരു ഹൗസേ ഉള്ളൂ, 2ാമത്തെ ഹൗസ് തുടങ്ങുന്നുള്ളൂ. ഒരു ഹൗസിൽ 10 പിള്ളേരെ
പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. ഹൗസിൽ ആകപ്പാടെ 10 പേരല്ലേ അത്രേ ഉള്ളൂ. 10 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാൻ ഞെട്ടി. എന്ത് ചെയ്യും? എന്താണ് സംഭവിച്ചതെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ മാനേജർ ഒരു പാർട്ടിക്ക് പോയി, ഒരു ബർത്ത്ഡേ പാർട്ടിക്ക്. അപ്പോൾ ഈ മാനേജർ ഈ കുട്ടികളെയും കൂട്ടത്തിൽ കൊണ്ടുപോയിട്ട് മ്യൂസിക് വളരെ ലൗഡായിട്ട് വാനിൻ്റെ അകത്ത് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് മാനേജർ അകത്ത് പാർട്ടിക്ക് പോവുകയും അവിടെയുള്ള മറ്റുള്ളവർ കൊണ്ടുവന്ന് കുട്ടികൾക്ക് ബിയർ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കുട്ടികളെല്ലാം നല്ല ബിയറും ഒക്കെ അടിച്ച് പാട്ടുമൊക്കെ കേട്ടിരുന്നു. അപ്പോൾ ഒരു നെയ്ബർ പോലീസിനെ വിളിച്ചു, കൂടുതൽ ഒച്ചയായതുകൊണ്ട്. അവിടെ അങ്ങനെയാണല്ലോ, ശബ്ദം കൂടുതൽ വന്നാൽ അയൽവക്കക്കാരൻ കംപ്ലൈൻറ്റ് ചെയ്യാം. അതെ. അത് കഴിഞ്ഞ് പോലീസ് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം പിള്ളേരെല്ലാം ഇച്ചിരി ബിയർ അടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉടനെ അവരെല്ലാം അറസ്റ്റ് ചെയ്ത് ഡിറ്റൻഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി. അപ്പം ഞാൻ ഓർത്ത് ഇന്നുകൊണ്ട് നമ്മുടെ പരിപാടി തീർന്നു. പക്ഷേ ഒരു ദൈവാനുഗ്രഹം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം ഈ ഓൺ കോൾ സൂപ്പർവൈസറുണ്ട്, അദ്ദേഹം എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളായിരുന്നു. ഉടനെ ഞാൻ ആളെ വിളിച്ചു, പുള്ളി എന്നെ വിളിച്ചു. സൈമൻ്റെ ഹോമിൽ 10 കുട്ടികൾ ഇവിടെയുണ്ട്, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, സാറേ ഞാൻ വന്ന് കൊണ്ടുവന്നോളാം, അതിങ്ങനെ മാനേജരെ ഞാൻ ഫയർ ചെയ്യാം, അതിന് പറഞ്ഞു വിടാം, എനിക്ക് എങ്ങനെയെങ്കിലും അത് കുഴപ്പമില്ല, സൈമൺ വന്ന് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ വാനെടുത്ത് പോയി ഡ്രൈവ് ചെയ്ത് പിള്ളേരെ തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അന്ന് ഞാൻ അവിടെ താമസിക്കേണ്ടി വന്നു, കാരണം വേറെ സ്റ്റാഫില്ല, ആ സ്റ്റാഫിനെ പറഞ്ഞു വിട്ടു. പിന്നെ അങ്ങനത്തെ ഷെയ്ക്കപ്പ് സംഭവങ്ങൾ വേണമെങ്കിൽ 2000 ഒരു വീട്ടിൽ എനിക്കൊരു ഹൗസ് മാനേജർ ഉണ്ടായിരുന്നു, വളരെ മിടുക്കനായ ഒരു ഹൗസ് മാനേജറായിരുന്നു. പക്ഷേ ഹി വാസ് എ പെഡഫൈൽ. എന്ന് വെച്ചാൽ പെഡഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യും. അങ്ങനെ ഒരാളായിരുന്നു. അത് കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങളുടെ തന്നെ ഇൻസ്പെക്ടേഴ്സ് പോയി പരിശോധിച്ച് കഴിഞ്ഞു. പല അശ്ലീല ടേപ്പുകളൊക്കെ കണ്ടുപിടിച്ച് പ്രോണോഗ്രാഫിക് അത് കഴിഞ്ഞിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ട് ഇപ്പോഴും ജയിലിലാണ്. പക്ഷേ അതിന് ആ കുട്ടികൾക്കുണ്ടായ ആഘാതം നികത്താനായിട്ട് ഒത്തിരി വർഷങ്ങളോളം എടുത്തു. അതായത് ഇത്തരം ഒരു സംരംഭം നടത്തുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അതാണല്ലോ അല്ലേ? എല്ലാ തരത്തിലും മാനസികമായും ഫിസിക്കലായും ഇൻഫ്രാസ്ട്രക്ചർ പരമായിട്ടും ഒക്കെ എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ ഇത് സുഗമമായിട്ട് മുമ്പോട്ട് പോകുള്ളൂ. അതെ, പലരും ഓർക്കും ഇത് വളരെ ഈസിയാണെന്ന്. ഈസി അല്ല. പല കുട്ടികൾക്കും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം. അത് നിയമമാണോ? അത് നിയമമാണ്. അപ്പോൾ നമ്മളൊരു ന്യൂട്രീഷനെ കൊണ്ടാണ് നമ്മുടെ ഫുഡ് ഡയറ്റ് പ്ലാൻ ചെയ്തത്. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നതായിരിക്കണം, ഉച്ചയ്ക്ക് ലഞ്ച് ഇതായിരിക്കണം, ഡിന്നറിന് ഒരു പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, ഒരു മീറ്റ് ഉണ്ടായിരിക്കണം, വെജിറ്റബിൾ ഉണ്ടായിരിക്കണം, ജ്യൂസ് ഉണ്ടായിരിക്കണം, അങ്ങനെയെല്ലാം അങ്ങനെ ഒരു ഇതാണ്. അതുകൊണ്ട് ബാലൻസ്ഡ് ആണ്. പിന്നെ ചില കുട്ടികൾക്ക് എന്തെങ്കിലും പ്രത്യേക ഡയറ്ററി നീഡ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആണ്. നമ്മൾ ഔട്ട് ഓഫ് ദ വേ പോയി കൊണ്ടുവരണം. ചിലർക്ക് അലർജി ഉണ്ട്, ഇപ്പോൾ പീനട്ട് അലർജി ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള അലർജി. അതെല്ലാം നമ്മളത് ഈ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഇത് എനിക്ക് പണ്ട് പോലെയുള്ള എൻ്റെ പേഴ്സണാലിറ്റിയിലുള്ളതാണ്. മൈന്യൂട്ട് ഡീറ്റെയിൽസ് ടേക്ക് കെയർ ചെയ്യും. അതുതന്നെയാണ് ഞാൻ അവരെ മറ്റുള്ള എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്ത്. അതായത് നിനക്ക് ഇവിടെ ഒരു സൗജന്യ സർവീസ് തരികയാണ്, നീ വേണേ കഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ള നമ്മുടെ ഒരു നിലപാട്, ആറ്റിറ്റ്യൂഡ് അല്ല. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു വേറൊരു എക്സാമ്പിൾ, രസകരമായൊരു എക്സാമ്പിളാണ്. ഒരിക്കൽ ഒരു നെയ്ബർ എന്നെ വിളിച്ചു. സൈമൻ്റെ ഹൗസിൽ സ്റ്റാഫ് ഒരു സുഖമില്ലാത്ത പോലെ തോന്നുന്നു. പുള്ളി വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തത് ഏങ്കോണിച്ചാണ്. അപ്പം എനിക്ക് പിടികിട്ടി എന്താണെന്ന്. ഏങ്കോണിച്ച് പാർക്ക് ചെയ്ത് ഞാൻ എന്തെങ്കിലും ഡ്രിങ്ക്സ് എല്ലാം എടുത്തിട്ടായിരിക്കും. ഓവർനൈറ്റ് സ്റ്റാഫാണ്. അപ്പം ഇത് എന്നെ വിളിക്കുന്ന ഒരു 11 മണിക്കാണ് രാത്രി. അപ്പം ഞാൻ ഉടനെ പറഞ്ഞു ഓക്കെ താങ്ക് യു വെരി മച്ച് എന്ന്. എനിക്കറിയാവുന്ന ആളാണ്. ഉടനെ ഞാൻ എൻ്റെ കാറിൽ കയറി നേരെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഒരു പിക്കപ്പ് ട്രക്കാണ് ഡ്രൈവേ കിടക്കുന്നത്. അപ്പം ഞാൻ പിക്കപ്പ് ട്രക്ക് നോക്കിക്കഴിയുമ്പോൾ ബഡ്വൈസറിൻ്റെ 3 ബിയർ കുപ്പിയോടെ കിടക്കും. ഞാനത് തൊട്ട് നോക്കിയപ്പോൾ തണുപ്പുണ്ട്. അതിൻ്റെ അത് ഇപ്പം കഴിച്ചതാണ്. ഞാൻ നേരെ എൻ്റെ താക്കോലിൻ്റെ റൂം തുറന്ന് കയറി കഴിഞ്ഞപ്പോൾ കൗച്ചയിൽ പുള്ളി നല്ല കൂർക്കം വലിച്ചിട്ട് ഉറങ്ങുക. ഒരു സായിപ്പാണ്, കൂർക്കം വലിച്ചുറങ്ങുക. ഞാൻ എല്ലാ മുറിയിലും പോയി പിള്ളേരെ എല്ലാം നോക്കി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ രാവിലെ വിളിച്ചു. പിള്ളേരുടെ പേര് ക്രേഗ് എന്നാണ്. ക്രേഗ്, എങ്ങനെയുണ്ട്, ഹൗ വാസ് ദ നൈറ്റ്? വെരി ഗുഡ്, ഹൗ ആർ യു ഒക്കെ ചോദിച്ചു. കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ക്രേഗ് ഇന്നലെ എന്നാ ഒരു സ്മോൾ അടിച്ചായിരുന്നോ, അല്ലെങ്കിൽ ബീർ കുടിച്ചിട്ടാണ് ജോലിക്ക് വന്നത്? അപ്പോൾ അവൻ പറഞ്ഞു എന്താണ് പറയുന്നത്, വാട്ട് യു ടോക്കിംഗ്?
ഞാൻ പറഞ്ഞു അല്ല ഞാൻ ചോദിച്ചെന്നുള്ളൂ. ആ, ഇനി റിപ്പോർട്ട് വന്നായിരുന്നെന്ന് പറഞ്ഞു. ആ, You don't know anything about it. You're sitting in the office. You don't know how we are operating here. ഞാൻ പറഞ്ഞു ക്രേഗ് ഇവിടെ ഓഫീസ് വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻഡ്, ഞാൻ 11:30 അവിടെ വന്നു. നിൻ്റെ അവിടെ നിന്നുണ്ടായിരുന്ന 3 ഇതാണ് നിൻ്റെ വണ്ടിയെ കിടന്ന കുപ്പി. നിൻ്റെ അകത്ത് വന്നിട്ട് ഞാൻ നിന്നെ 3 പ്രാവശ്യം വിളിച്ചു, നീ എഴുന്നേറ്റില്ല. അപ്പോൾ അന്നേരം പറഞ്ഞു, അന്നേരം പിന്നെ പിടിച്ചു, സമ്മതിച്ചു, സോറി എന്ന് പറഞ്ഞു വിട്ടു. ഇങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. ചില സ്റ്റാഫുകൾ ഡ്യൂട്ടിക്ക് വന്നിട്ട് അവർ രാത്രി പോവും, പിള്ളേരെല്ലാം കിടന്ന് ഉറങ്ങിക്കഴിയുമ്പം മുങ്ങും. ഒരു 4 മണിക്കൂർ നേരത്തേക്ക് വീട്ടിൽ പോവും, വീട്ടിൽ പോയി തിരിച്ചു വരും. അപ്പം ഇപ്പോഴൊന്നും നടക്കില്ല, കാരണം എല്ലാം ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ക്യാമറ ഉണ്ട്, വണ്ടിയിൽ സെൻസറുണ്ട്. ഈ അമേരിക്കൻ സിസ്റ്റം അനുസരിച്ച് മക്കൾ ഇതിൻ്റെ ചുമതലയിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? ഇല്ല, എൻ്റെ കാര്യത്തിൽ ഇല്ല, മറ്റുള്ളവരുടെ കാര്യത്തിലുണ്ടായിരിക്കാം. കാരണം അവരെ സംബന്ധിച്ച് അവർ പറയുന്നത് അവർ നല്ല സക്സസ്ഫുൾ കരിയറാണ്. ഇത് ഒരു 24 മണി 24/7 ജോലിയാണ്. ഞാനിപ്പോഴും ഇവിടെയാണെങ്കിൽ ഇന്നത്തെ ദിവസം രാവിലെ മുതൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 15 ഫോൺ കോളെങ്കിലും വിളിച്ചിട്ടുണ്ട്. അവിടെയാണെങ്കിൽ അതൊരു 100 ഫോൺ കോളാവും. അപ്പോഴവർ രാവിലെ 8 to 5 ജോലി ചെയ്യുക, 5 മണിക്ക് വരിക, ഭാര്യയും പിള്ളേരുമായിട്ട് ലൈഫ് ലിഷറലായിട്ട് എടുക്കുക. പക്ഷേ ഞാനൊരു ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ടീമാണ്. അതായത് ഒരു നെക്സ്റ്റ് ജനറേഷൻ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തമായി കഴിഞ്ഞു. അതെല്ലാം പ്ലാൻ ചെയ്താൽ വെച്ചിരിക്കുന്നത്. ശരി. അടുത്ത കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട അരിസോണയുടെ ഗവർണറൊക്കെ ആയിട്ടുള്ള ഒരു വലിയ ബന്ധമുണ്ട്. അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് തുടങ്ങുന്നത്? 25 വർഷം മുമ്പ് അവർ സോഷ്യൽ വർക്കറായിട്ട് എൻ്റെ ഹോംസിൽ വന്ന് കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്. അന്ന് മുതലുള്ള ഒരു പരിചയമുണ്ട്. പിന്നെ ആ സ്നേഹബന്ധം അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗവർണറായിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവരുടെ വിജയത്തിൽ പങ്കാളിയാകാൻ സാധിച്ചത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. ഇന്നും ഒരു സ്റ്റേറ്റിന്റെ ഗവർണർ എന്ന് അമേരിക്കയിൽ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പോലെ അത് തന്നെ, കറക്റ്റ്, ശരിയാണ്. ഈ അരിസോണ സ്റ്റേറ്റിനെ കുറിച്ചൊന്ന് പറയാമോ? അരിസോണ സ്റ്റേറ്റിലാണോ കൂടുതലായിട്ടും സ്ഥാപനങ്ങൾ? എല്ലാം അരിസോണ സ്റ്റേറ്റിലാണ്. കാരണം മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകാനായിട്ട് എന്നെ നിർബന്ധിച്ചു. ഇപ്പം ന്യൂയോർക്കിലോ ഷിക്കാഗോയിലോ എനിക്കൊരു ബ്രാഞ്ച് തുടങ്ങാം, എന്നിട്ട് വേറൊരാളെ ഏൽപ്പിക്കാം. പക്ഷേ അവൻ അതുപോലെ ഞാൻ വിചാരിക്കുന്ന പോലെ ചെയ്യണമെന്നില്ല. ഇനി മുമ്പോട്ട് നോക്കുമ്പോൾ ഈ പറഞ്ഞ സൺഷൈൻ ഹോമിൽ നിന്നൊക്കെ പയ്യെ പിൻവാങ്ങി ജീവിതത്തെ വേറൊരു തലത്തിൽ കാണാനുള്ള ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് ഇനിയുള്ള മുമ്പോട്ടുള്ള ഒരു കാഴ്ചപ്പാട്? ഇനിയുള്ള മുഴുവനും കുറച്ചുകൂടെ ചാരിറ്റബിളായിട്ടും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ എന്നാലും ഇവിടെ ഒരു കണ്ണുണ്ട്. ലൈസൻസും കോൺട്രാക്റ്റും എല്ലാം എൻ്റെ പേരിലായതുകൊണ്ട് എപ്പോഴും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റെ തലയിലാണ്. ഇതിനകത്തെ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന മോമെൻ്റ് ഏതാണ് ഈ പ്രവർത്തനത്തിൽ? ഓരോ കുട്ടിയും സക്സസ്ഫുള്ളായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങുമ്പോൾ അതാണ് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. ഉദാഹരണത്തിന് നമ്മളൊരു കുട്ടിയെ എവിടെയെങ്കിലും വെച്ച് കണ്ടു, നല്ല നിലയിലെത്തി എന്ന് കണ്ടുകൊണ്ട് വരുമെന്ന് കാണുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്. ലോകത്തിൽ ഒത്തിരി നല്ല മനുഷ്യരുണ്ട്, പക്ഷേ അവർ എഫിഷ്യൻ്റ് ആയിരിക്കില്ല. ഒത്തിരി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവർ നല്ലവരായിരിക്കില്ല. പക്ഷേ ഈ ജോലി ചെയ്യാനായിട്ട് എഫിഷ്യൻറ്റും നല്ലവരുമായിട്ടുള്ള ആൾക്കാരാണ് വേണ്ടത്. അപ്പോൾ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം, അല്ലെങ്കിൽ നമ്മൾ എൻ്റെയൊക്കെ പ്രായമാകുമ്പോൾ, സന്തോഷിനെ പോലെ ചെറുപ്പമല്ലോ, എൻ്റെയൊക്കെ പ്രായമാകുമ്പോൾ ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഹൗ മച്ച് ഡിഫറൻസ് ഐ മെയ്ഡ് ഇൻ ദ ലൈഫ്സ് ഓഫ് ചിൽഡ്രൻ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കുട്ടികളുടെ ജീവിതം നല്ല രീതിയിലേക്ക് തിരിച്ചുവിടാൻ സാധിച്ചു എന്നുള്ള ഒരു ആത്മസംതൃപ്തി, അതാണ് ഈ ജോലി കൊണ്ട്, ഈ പ്രൊഫഷൻ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ദൈവാനുഗ്രഹം. അത് വലിയൊരു നേട്ടമാണ്. നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ എത്ര ജീവിതങ്ങളെ സ്വാധീനിച്ചു എന്നതായിരിക്കും നമ്മളുടെ ചാരിതാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനം. അതെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സന്തോഷ്. താങ്ക് യു വെരി മച്ച്.